ഹലോ നമസ്കാരം. അപ്പോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലെസ്സി ചിത്രം ആടുജീവിതം ദ ഗോട്ട് ലൈഫ് അതിനെ പറ്റി പറയാനാണ്. അതെന്താ പറയേണ്ടതെന്ന് ഇപ്പൊ എനിക്കറിയില്ല. അതായത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമോഷണലി കണക്ട് ആയ ഒരു സിനിമ എന്ന് പറയേണ്ടി വരും. ഞാൻ പല സിനിമകളും നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുണ്ട്. പല സിനിമകൾ നമുക്ക് സിനിമയായിട്ട് ഞാൻ പരമാവധി ഒരു സിനിമേനെ കാണാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചില സ്റ്റോറീസ് ഒന്നും തന്നെ കരച്ചിലൊന്നും പലരും പല സിനിമകൾ കണ്ടിട്ട് കരഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഡേവിഡ് കരച്ചിലായിട്ട് എനിക്ക് അങ്ങനെ വന്നില്ല, വിഷമം അതേപോലെ വന്നു. പക്ഷെ ഈ സിനിമയുടെ ലാസ്റ്റ് ആ നോവലിൽ പ്രതിപാദിക്കുന്ന ഒരു ഇതുണ്ട്, എല്ലാവരുടെയും നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ ബാക്കിയുള്ളവർക്ക് വെറും കെട്ടുകഥകൾ മാത്രം. അത് പറഞ്ഞിട്ടൊരു ബാക്ക്ഗ്രൗണ്ടും ഒരു സ്കോറൊക്കെ വെച്ചിട്ടൊരു സീനുണ്ട്. ആ സീനിൽ ശരിക്കും പറയാലോ കരഞ്ഞുപോയി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കണ്ടിട്ട് കരഞ്ഞു പോകുന്നത്. കാരണം പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ച് ഞാനും ഒരു പ്രവാസിയായിരുന്നു. വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് പോവാനായിട്ട് നോക്കുന്ന ആളാണ്. അപ്പോ ഇതിനു മുന്നേ നമുക്ക് അറബിക്കഥയായാലും പത്തേമാരി, അതേപോലെ 2015 അത് ഞാൻ പ്രവാസിയാവുന്നതിന് മുൻപ് കണ്ട ഒരു സിനിമയാണ്. അത് കണ്ടപ്പോ എന്താ പറയാ, അത് ഒരു വല്ലാത്തൊരു ഇമോഷണൽ കണക്ടിവിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രവാസ ജീവിതത്തെ പറ്റിയുള്ള ഒരു കഥയാണ് നമുക്കറിയാലോ ആടുജീവിതം നോവല്. ആ ആടുജീവിതം നോവല് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലെ പല സീനുകളും നമ്മളും വിഷ്വലൈസ് ചെയ്യുന്നത്. സൈഡിലെ ബുക്കിൽ കുറച്ച് വരകളുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ആ വിഷ്വലൈസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതായത് നമ്മൾ എങ്ങനെയാണോ നജീബിനെ അതിൽ കാണുന്നത് അതിന്റെ ഒരു 100% പെർഫെക്ഷൻ തന്നെയാണ് പൃഥ്വിരാജ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ റഹ്മാനെ പറ്റി പറയുന്നില്ലേ, ആ സിനിമയില് പല സ്ഥലത്തും മറ്റേ സംസാരങ്ങളില്ല പറഞ്ഞു. ഇപ്പൊ നടക്കുന്ന സീനുകളും ആ മ്യൂസിക്കൊക്കെ വെച്ചിട്ടേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും. അതായത് വെറുതെ ഒരു അവാർഡ് പടം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലാണല്ലോ ഇത് ശരിക്കും വരുന്നത്. ഒരാളുടെ ജീവിതകഥ ശരിക്കും പറഞ്ഞെങ്കിൽ ഇത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ സല്യൂട്ട് കൊടുക്കേണ്ടത് ഒറിജിനൽ നജീബിന് തന്നെയാണ്. അതായത് നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല, അതിന്റെ ഒരു മാക്സിമത്തിലാണെന്ന് നമുക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. നോവൽ വായിച്ചപ്പോൾ നമുക്കത് ശരിക്കും ഉള്ളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറച്ച് ഇമേജസ് ഉണ്ട്. ആ ഇമേജ് കറക്റ്റ് നമ്മുടെ ഫ്രെയിമിൽ വന്നാൽ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഇതില് സന്തോഷം, അത് വെച്ചാൽ സന്തോഷം എന്നല്ല, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് സിനിമ കണ്ടപ്പോ കിട്ടി. പ്ലസ് ഈ 16 വർഷം ഈ സിനിമയ്ക്ക് എടുത്തു എന്ന് പറയുന്നതില് ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ 16 വർഷം എന്തിട്ട് ചെയ്തിരുന്നു. പക്ഷെ ആ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ബ്ലസ്സി തന്നെയാണ് തിരക്കഥയും ഇതൊക്കെ. അതേപോലെ ക്യാമറ വിഷ്വൽസ് ഒരു രക്ഷയില്ല. അതായത് എടുത്തു പറയേണ്ടതാണ് ക്യാമറ വിഷ്വൽസ് ഒക്കെ. അതായത് മരുഭൂമിയിലെ ആ സീൻ ശരിക്കും നമ്മളവിടെ പോയി നിൽക്കുന്ന ഒരു അനുഭൂതിയാണ്. ആ മരുഭൂമിയിലെ പിന്നെ ഈ പൊടിക്കാറ്റൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇമോഷണലി ടച്ചുള്ള കാരണം നമ്മളിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സാധനമൊക്കെ ശരിക്കും എന്താ പറയാ, ആ കൊടുങ്കാറ്റ് പോലെ വരുമ്പോ അതൊക്കെ നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സാധനം ഉണ്ട്. അതായത് ഇവരെല്ലാം പോവാൻ വേണ്ടി ശ്രമിച്ചിട്ട് പലപ്പോഴും നടക്കാണ്ട് പിന്നെ ഇവര് 3 പേരും കൂടിയിട്ട് പോവാനായിട്ട് റെഡി ആകുമ്പോ പൃഥ്വിരാജ് അവനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഷർട്ടും പാന്റുണ്ട്. അത് എടുത്തിടാനായിട്ട് ഷർട്ട് മാറുന്ന ഒരു സീനുണ്ട്. എന്റെ മോനെ തിയേറ്ററിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു പോകും. കാരണം ഈ മനുഷ്യൻ നമ്മൾ സ്ക്രീനിൽ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്, അത്യാവശ്യം വണ്ണത്തിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആള് വയറൊക്കെ അങ്ങോട്ട് ഒട്ടിയിട്ട് അതാ കോവിഡിന്റെ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ഒരു മാരക വേർഷൻ. ഇത് മലയാള സിനിമയുടെ ഒരു വേറെ ലെവലിൽ എത്തിക്കുന്ന പടങ്ങളാണ് ഈ സാധനം. ശരിക്കും പറഞ്ഞാൽ ഓസ്കർ വരെ കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞെങ്കിൽ ഒരു രക്ഷയില്ല. അവസാനം ആ ബ്ലെസ്സി ഫിലിം എഴുതി കളിപ്പിക്കും. നമുക്ക് അങ്ങനെ അറിയാണ്ട് കയ്യടിക്കാനൊന്നും കണ്ടിരുന്നത് ഇങ്ങനെ കളിച്ചാൽ ഞാൻ കരഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമയ്ക്ക് ഇരുന്ന് കരയുന്നത്. അതേപോലെ നജീബിന്റെ കൂടെ അഭിനയിച്ചിരുന്ന വേറെ മസ്രയിലുള്ള ചെറിയ പയ്യൻ, അവൻ മരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അവനൊക്കെ അഭിനയിച്ചിന്റെ ഒരു രക്ഷയില്ല. ആള് നമുക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാം സൂപ്പർ. ഒരു എന്താ പറയാ
പിന്നെ കുറച്ച് നോവലിലെ കുറച്ച് സീനുകൾ നമ്മൾ അതില്ല. കാരണം നോവൽ എഴുതി വെക്കുന്നുണ്ട്. ലാസ്റ്റ് അവൻ അവിടെ ഒരു കുടുംബമായിട്ട് മാറാണ്. അതാണ് അവന്റെ വീട്, അതാണ് അവന്റെ ആ ചുറ്റുപാടാണ് അവന്റെ കുടുംബം എന്ന് കണക്കാക്കിയിട്ട് ഒരു ആടിനെ അവൻ ഭാര്യയായിട്ടും പിന്നെ മക്കള് അങ്ങനെയൊക്കെ തരംതിരിക്കുന്ന ഒരു സീനുണ്ട്. അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചില്ല. അതെന്താ നമുക്കറിയില്ല. പക്ഷെ അതേപോലെ വീട്ടിൽ നിന്ന് കൊടുത്തു വെച്ചിരുന്ന ഒരു നാരങ്ങ അച്ചാറിന്റെ കുപ്പിയൊക്കെ ഉണ്ട്. അത് അവസാനം ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ വരെ അതിൽ നിർത്തും. പിന്നെ വെള്ളം കിട്ടാണ്ട് മരുഭൂമിയുടെ അലയുന്നൊരു സീനൊക്കെ ഉണ്ട്. അല്ല മറ്റേ ചെറിയ പയ്യൻ ഒരു രക്ഷയില്ല. ആ പേര് ഞാൻ കഥാപാത്രത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം അക്രമം വേറെ ലെവൽ പടം. ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കരച്ചിൽ വരും ശരിക്കും. ഒരു വീട്ടിലെ എല്ലാ പ്രവാസികളും ഉണ്ടെങ്കിൽ പ്രവാസികളുടെ വീട്ടുകാരും പറഞ്ഞ് പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ നിർബന്ധമായി കാണേണ്ട ഒരു സിനിമ അല്ലെങ്കിൽ വായിക്കുന്ന നോവലാണ് ആടുജീവിതം. കാരണം ഇതേപോലെയുള്ള ഒരു ജീവിതം അയാളെ ലാസ്റ്റ് മരുഭൂമിയിൽ കിടന്ന് ഒരു കണക്കിന് വരുമ്പോ രക്ഷിച്ചു പോകുമ്പോ ലാസ്റ്റ് നമ്മുടെ നോവലെ പോലെ തന്നെ ആള് നന്ദി പറയാൻ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ആള് കടന്നു കളയുന്ന ഒരു രംഗമാണ് നമുക്ക് നോവല് കാണാൻ പറ്റുന്നത്. ഇതിൽ അതേപോലെ ആളൊരു കുപ്പി എടുത്തു വെച്ചിട്ട് കുപ്പിയിൽ വെള്ളം സെറ്റാക്കി വെച്ചിട്ട് ആളങ്ങനെ പോവാണ്. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു സീനും പിന്നെ ഈ സമയം പോയി എന്ന് നമ്മൾ അറിയുന്ന വെച്ചാൽ ആദ്യം അവൾ ക്ലീൻ ഷേവ് ആയിട്ടൊക്കെയാണ് അവൾ വരുന്നത്. പിന്നെ അവിടുത്തെ കുറെ രംഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ ഒരു കാറ് ഒരു വണ്ടി വരുമ്പോ ജീപ്പ് ഒരു അശ്രയിക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിയുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് അവന്റെ മുഖമൊക്കെ കാണിക്കുന്നു. ഓ പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഒട്ടകം മുടന്നും അതേപോലെ ഒരു സീനുണ്ട്. പിന്നെ ട്രെയിലറിലൊക്കെ കണ്ടുവരുന്ന പൃഥ്വിരാജ് ആ വെള്ളം കുടിക്കുന്നൊക്കെ സീൻ അതാണ് തുടക്കം കാണിക്കുന്നത്. ഓഫ് അതൊരു അന്യായ പെർഫെക്ഷൻ എടുത്തു വെച്ചിരിക്കുന്നു. പിന്നെ പാട്ട് നമ്മുടെ ആ പാട്ട് പെരിയോനെ എന്ന് പറഞ്ഞ പാട്ടില്ലേ, പെരിയോന എന്ന് പറഞ്ഞ പാട്ട് ഒരു രക്ഷയില്ല. പെരിയോനെ റഹ്മാനേ പെരിയോനെ റഹ്മാനേ പാട്ട് ഒരു രക്ഷയിലാണ്. അതും എന്താ പറയാ മനസ്സിൽ ഇപ്പോഴും നമ്മള് ഇപ്പൊ ഈ സാധാരണ റിവ്യൂ എന്ന് പറയുമ്പോ മൂവിയിലെ പാട്ടൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിലങ്ങനെ നിൽക്കണം. അതിന് മെയിൻ ക്രെഡിറ്റ്സ് കൊടുക്കുന്നത് നമ്മുടെ എ ആർ റഹ്മാനാണ്. ഈ സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നത് ഫൈൻ ആൻഡ് പെർഫെക്റ്റ് എന്ന് പറയില്ലേ, ഇതിനപ്പുറത്ത് വേറെ ഒന്നും പറയാനില്ല. 100 മാർക്ക് ഞാൻ ഈ പടത്തിന് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം പോയി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.